പച്ചയായ മനുഷ്യർ വെറും മൺകൂടാരങ്ങളെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവം തൻ്റെ സൃഷ്ടിയിൽ ദൈവത്തോട് ചേർന്നിരുന്ന അതേ ആത്മാവിനെ, ദിവ്യാത്മാവിനെ കൊണ്ട് നിറയ്ക്കുകയാണ്. സൃഷ്ടിയിൽ ദൈവത്തോടുള്ള ഒപ്പമുള്ള ആത്മാവ്. ഈ ബെസലേലിനെയും ഒഹോലിയാബിനെയും പഠിച്ചാൽ അതിനു മുൻപെങ്ങും ഇവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. യാതൊരു തരത്തിലുള്ള പാരമ്പര്യങ്ങളൊന്നും അവകാശപ്പെടാനില്ല, കുലമഹിമകളൊന്നും അവകാശപ്പെടാനില്ല, ഒന്നും അവകാശപ്പെടാനില്ലാത്തവരെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. വിളിച്ചപ്പോൾ അവകാശപ്പെടാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവാത്മാവിന്റെ പകരപ്പെടലാണ്. ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത് കുലമഹിമകളോ പാരമ്പര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല, മറിച്ച് ദൈവാത്മാവിന്റെ തണലിൻ കീഴിൽ താണിരിക്കാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ്. അതിന് തയ്യാറാകുന്നവരെയാണ് ഒരുപക്ഷെ ഇവിടെ വിളിക്കുന്നത്. കുലകുടുംബ മഹിമകളോ അപാരമായ കഴിവിന്റെ ഉടയവരോ ഒന്നുമല്ല, മറിച്ച് ദൈവാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അവർ അസാധാരണ മനുഷ്യരായിട്ട് മാറുകയാണ്.